ഇടതുപക്ഷത്തിന്റെ വലിയൊരു നാവ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എം സ്വരാജ്. ഇടതുപക്ഷത്തിന് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ സൈബർ ഹാൻഡിലുകൾ പറയുന്ന അവരുടെ ക്രൗഡ് പുള്ളർ, അവരുടെ കിങ് മേക്കർ എന്ന് പറയുന്ന എം സ്വരാജ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അവർ തന്നെ കൊട്ടിഘോഷിക്കുന്ന, അവർ തന്നെ പറയുന്ന അവരുടെ തലമൂത്ത മുതിർന്ന അവരുടെ വലിയ ഫാക്ടേഴ്സ് ആയ സെലിബ്രിറ്റീസ് ആയ കാൻഡിഡേറ്റ് ആയ എം സ്വരാജിനെ മത്സരിപ്പിക്കുന്നില്ല എങ്കിൽ അപ്പോൾ വിജയിക്കണം എന്നൊരു ചിന്ത ഇടതുപക്ഷത്തിനില്ല എന്നാണോ? ഒരിക്കലും ഇല്ല. എം സ്വരാജ് ഇല്ലെങ്കിലും CPM പറയുന്ന പാർട്ടി ജയിക്കും. എം സ്വരാജിന് അത് സ്വയം ബോധ്യമുണ്ട്. എം സ്വരാജ് അങ്ങനെ ബുദ്ധിമാനല്ലാത്ത ആളൊന്നുമല്ല. എം സ്വരാജ് മാറി നിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒരു വേള ഈ പാർട്ടി ഒരിക്കൽ കൂടെ ഭരണത്തിൽ വന്നാൽ, പാർലമെന്ററി തലത്തിൽ വന്നാൽ ഈ പാർട്ടി നശിച്ചു പോകും എന്ന് പറഞ്ഞ ഇടത് ചിന്തകർ പറഞ്ഞത് വെറുതെയല്ല. സംഘടന തീർന്നു പോകും, അതുകൊണ്ട് ഈ പാർട്ടി ഭരണത്തിൽ വരാൻ പാടില്ല എന്ന് ഇടത് ചിന്തകർ പറഞ്ഞതും ഈ പാർട്ടിയുടെ മുൻപേ നടന്നു പോയവർ പറഞ്ഞതും വെറുതെയല്ല. ഈ സംഘടനയാണ് തനിക്ക് വലുത്, അല്ലാതെ സംഘടനയിൽ വർക്ക് ചെയ്യാനാണ് തനിക്ക് താല്പര്യമെന്ന് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരോട് അദ്ദേഹം പറഞ്ഞതായി കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പാർലമെന്ററി തലത്തിൽ ഇത്രയും വളരെ ഒരു ആഗ്രഹം, പാർലമെന്ററി തലത്തിൽ വരുമ്പോഴേ ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ, ലൈംലൈറ്റിൽ നിൽക്കുള്ളൂ എന്ന് CPM നേതാക്കൾ ആഗ്രഹിക്കുന്നതിന് തെറ്റെന്നാണ് അവരുടെ മുൻപേ നടന്നവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ആര് EMS പറഞ്ഞിട്ടുണ്ട്, AKG പറഞ്ഞിട്ടുണ്ട്. സഖാക്കളെ നിങ്ങൾ ഇങ്ങനെ സംഘടനയെ മറന്നുകൊണ്ട് പാർലമെന്ററി തലത്തിലേക്ക് പോകരുത്, അതോടെ പാർട്ടി തീർന്നു പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് ഗോവിന്ദ് മത്സരിക്കുന്നില്ല? ഇതിൽ മേഘ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഈ പാർട്ടി കഴിയാൻ പോകുന്നു എന്ന് ഈ പാർട്ടിയെ നന്നായിട്ട് മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇതിനാരെങ്കിലുമൊക്കെ സംഘടനയിൽ വേണം. കാര്യം പാർലമെന്ററി തലത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മത്സരിക്കാൻ പോവുകയാണ്. ഒരു വേള അദ്ദേഹം ജയിച്ചു, അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന് പ്രതിപക്ഷത്തിരിക്കാൻ താല്പര്യമില്ലെന്നാണ്. അദ്ദേഹം ജയിച്ചെന്നിരിക്കട്ടെ, കൂടെയുള്ള ഒരു അഞ്ച് മന്ത്രിമാർ പൊട്ടിയാൽ തന്നെ എങ്ങനെയായിരിക്കും ഈ ഭരണത്തിന്റെ ഒരു 5 മന്ത്രിമാർ? ബാലഗോപാൽ തോറ്റുപോകുന്നു, വീണ തോറ്റുപോകുന്നു, പിന്നെ എണ്ണം പറയുന്നവരല്ല, രാജീവ് ഇവിടെ തോറ്റുപോകുന്നു, എറണാകുളത്ത് തോറ്റുപോകുന്നു. അങ്ങനെ എണ്ണം പറഞ്ഞവർ തോറ്റാൽ എങ്ങനെ ഇരിക്കും ഈ ഭരണം? എന്തായിരിക്കും? അപ്പൊ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയത് തന്നെ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയുള്ള ഒരു വഴിയൊരുക്കാനാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാതിരിക്കാൻ അധികം ബുദ്ധിയൊന്നും വേണ്ട. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി ആയ എന്തിനാണ്? മുഖ്യമന്ത്രി ആകാനായിരുന്നു. 2 തവണ അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി. അതെ, അതുകൊണ്ടാണ് മൂന്നാമതൊരു പിണറായി സർക്കാർ അധികാരത്തിൽ വരികയാണെങ്കിൽ പാർട്ടി തന്നെ നശിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറയുന്നത്. അപ്പോ ഈ പറയുന്നത് പോലെ എം സ്വരാജ് ഒക്കെ ആവശ്യപ്പെടുന്നത് ഇനി മത്സരിക്കുന്നില്ല, പാർട്ടിയെ നയിക്കാൻ ഞാൻ നിൽക്കുകയാണ് എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ KK ശൈലജയെ പോലെയുള്ള നേതാക്കൾ എന്തുകൊണ്ട് എന്നെ മത്സരത്തിന് ഇറക്കുന്നില്ല എന്ന് വൈകാരികമായി ചോദിക്കുന്ന ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കൊന്നും പാർട്ടി വേണമെന്നുള്ള ആഗ്രഹമില്ലേ? അധികാരമോഹത്തിലാണോ പിണറായിയും അതുപോലെ തന്നെ KK ശൈലജ ടീച്ചറും ഒക്കെ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും അധികാരമോഹം എന്ന് പറയുന്നത്, അധികാരമില്ലെങ്കിൽ ഇവരാരും ഇല്ല, ഇവരൊന്നും ആരുമല്ല എന്നൊരു തോന്നൽ. സംഘടനയല്ല ഇവർക്ക് വലുത്, ഇവർക്ക് പാർലമെന്ററി തലത്തിൽ ആണ് ഇവർക്ക് വലുത് എന്നുള്ളൊരു തോന്നൽ. പക്ഷെ ആ തോന്നൽ ഉണ്ടാക്കി കൊടുത്തതും സർക്കാർ തന്നെയായിരിക്കണം. കാരണം ആദ്യ പിണറായി സർക്കാരിൽ KK ശൈലജ ടീച്ചർക്ക് ഉണ്ടായിരുന്ന പദവി, അവർക്കുണ്ടായിരുന്ന അധികാരം എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരുന്നില്ല. കോവിഡ് സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. അവർക്കുണ്ടായിരുന്ന അവരുടെ വാക്കിനുള്ള വില എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. അതിൽ നിന്ന് അടുത്ത 5 വർഷത്തിലേക്ക് പോയപ്പോൾ ഒരു അഡ്രസ് ഇല്ലാത്തൊരു CPM നേതാവായി അവർ ചുരുങ്ങിപ്പോയതിന് കാരണവും ഈ പറഞ്ഞ പിണറായി സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം അവരങ്ങനെ ചിന്തിച്ചു പോകുന്നത്. ഇപ്പോൾ അധികാരത്തിലില്ല, ഞാൻ മത്സരിച്ചില്ല എങ്കിൽ എന്റെ പേര് തേഞ്ഞു മാഞ്ഞു പോകപ്പെടും എന്നുള്ള ഭയത്തിന്റെ പുറത്തായിരിക്കാം ഇവരെല്ലാം ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. അല്ല മേഘ, ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഭരണത്തിൽ ഇല്ലാത്തപ്പോഴാണ് അവർക്ക് സംഘടനാ തലത്തിൽ അവരൊന്ന് വലുതാകുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ അല്പം മുമ്പ് സംസാരിച്ചൊരു വിഷയത്തിൽ കോൺഗ്രസിനകത്ത് ഒരു 10ഓളം ചെറുപ്പക്കാരെ നമ്മളിപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, 10ഓളം പേരെ അവർ ഭരണത്തിലുണ്ടായിരുന്നെങ്കിൽ ആ 10ഓളം പേരുടെ പേര് പുറത്തു വരില്ല. ഇപ്പോൾ DYFIയിൽ എത്ര പേര്? VK സനോജിന്റെ പേര് ആർക്കറിയാം? വസീഫിന്റെ പേര് എത്ര പേര് ഉപയോഗിക്കുന്നത്? അപ്പം ഭരണത്തിലില്ല എന്നുണ്ടെങ്കിലേ സംഘടന വലുതാകുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇടത് ചിന്തകർ പറഞ്ഞത്, ഇനി ഒരിക്കൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഈ സംഘടന പോകും. കാര്യം ത്രിപുരയിലില്ല, ബംഗാളിലില്ല, ഇനി എവിടെയുണ്ട്? ഇപ്പൊ പോളിറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് കേരളത്തിലുള്ള കുറെ എണ്ണം ചേർന്ന അല്ലേ, കേരള ഘടകമല്ലേ പോളിറ്റ് ബ്യൂറോ. ഞാനും ഒപ്പനും സുഭദ്രയും അത്രയേ ഉള്ളൂ. അല്ലാതെ പോളിറ്റ് ബ്യൂറോയിലേക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ എഴുതി കൊടുക്കുന്നു, ഞാൻ തന്നെ വീണ്ടും മത്സരിക്കണം. അപ്പൊ PB അംഗമായ അദ്ദേഹം തന്നെ പറയുമ്പോൾ PB അംഗമായ മറ്റ് പിണറായിമാർ തന്നെ പറയുന്നു ഓക്കെ മത്സരിക്കണം. അപ്പൊ ഇതോടുകൂടി ഈ പാർട്ടി തീരും. അതെ, അപ്പോൾ എം സ്വരാജിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു നാണംകെട്ട തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകരുതെങ്കിൽ എം സ്വരാജിനെ പോലെയുള്ള വിജയ സാധ്യതയുള്ള കുറച്ച് നേതാക്കളെങ്കിലും മത്സര രംഗത്തേക്ക് വരേണ്ടതില്ലേ?
എം സ്വരാജ് മത്സരത്തിലേക്ക് വരേണ്ടതില്ലെന്ന് ഇപ്പോൾ എന്നോട് മേഘ ചോദിച്ചു, ശൈലജയുടെ കാര്യം ചോദിച്ച പോലെ തന്നെ ഈ പാർട്ടിക്കകത്ത് അങ്ങേയറ്റം ബ്രാഞ്ച് കമ്മിറ്റിയിലുള്ളവർക്ക് വരെ ഏണിങ്സ് മാത്രമേ ഉള്ളൂ. പാർലമെന്റ് തരത്തിൽ ഇരുന്നാലേ ഏണിങ്സ് കിട്ടുള്ളൂ. ഈ തുട്ടെന്ന് പച്ചമലയാളത്തിൽ പറയും. അപ്പൊ അത്തരത്തിൽ വരുമാനം വേണമെങ്കിൽ പാർലമെന്റ് തലത്തിലേക്ക് നമ്മൾ എത്തണം. അതിന് എം സ്വരാജ് മത്സരിക്കട്ടെ എന്ന് സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. സ്വരാജിന് ബുദ്ധിയുണ്ട്. സ്വരാജ് പറയുന്നത് ഞാനൊക്കെ പുറത്ത് നിന്നാലെങ്കിലും ഈ സംഘടന ജീവനോടെങ്കിലും ഇരുന്നോട്ടെ എന്നാണ് പറയുന്നത്. കാര്യം നമ്മൾ ഇതുവരെ കണ്ടിരിക്കുന്ന അങ്ങനെയല്ലേ. ത്രിപുരയിൽ ഈ പാർട്ടി എത്രയുണ്ട്? ബംഗാളിൽ ഒരു ബൂത്തിൽ ഇരിക്കാൻ പറ്റുമോ? തല്ല് കിട്ടും, അടിച്ചു ഓടിക്കും. ബംഗാളിൽ ആരെങ്കിലും ഉണ്ടോ? എല്ലായിടത്തും BJP വന്നില്ലേ. BJPയുടെ സൈലന്റ് ആയ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അത് ആരും മനസ്സിലാക്കുന്നില്ല. അവിടെയാണ് നമ്മൾ ഒരു BJP CPM കൂട്ടുകെട്ട് തന്നെ സംശയിക്കേണ്ടി വരുന്നത്. തീർച്ചയായിട്ടും. കാര്യം BJP എയിം ചെയ്യുന്നത് ഇത്തവണ കൂടെ CPM ഭരണത്തിൽ വരണം. അങ്ങനെ ആവുമ്പോൾ ഇവിടെ ഈ പറയുന്ന രീതിയിൽ പതിയെ ഏറ്റവും കൂടുതൽ ആൾ പോയിരിക്കുന്ന CPM തന്നെയാണ്. ഈ പറയുന്ന അവരുടെ 28% SNDP വോട്ടിൽ 15%-ലധികം വോട്ട് എവിടെയാണ് പോയിരിക്കുന്നത് അറിയോ? BJPയിലേക്കാണ് പോയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് അവിടെയാണ്. ഹിന്ദു ഭൂരിപക്ഷത്തിൽ നായർ കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി, തുടർന്ന് അങ്ങോട്ട് മറ്റേതൊക്കെ കമ്മ്യൂണിറ്റി ഉണ്ടോ അതെല്ലാം തന്നെ പോകുന്നത് BJPയിലേക്കാണ്. ആ ഒരു ചിന്ത അവർക്കില്ല. അവർക്ക് കോൺഗ്രസിനെ തീർക്കുക എന്നുള്ള BJPയുടെ ലക്ഷ്യമാണ്. കാര്യം ഇന്ത്യയിൽ മറ്റ് 3-4 സ്റ്റേറ്റ്, കർണാടകത്തിലുണ്ടല്ലോ പറയുന്ന പോലെ 3-4 സ്റ്റേറ്റിൽ കൂടുതലില്ലേ. അപ്പൊ അതുകൊണ്ട് അവർ ഭയക്കുന്നുണ്ട്. ഇതിനേക്കാളും BJP സ്ട്രോങ് ആയിരുന്ന സ്ഥലമല്ലേ കർണാടകം, അവിടെ എത്തിയില്ലേ. അപ്പൊ അത് അങ്ങനെ ഒരു പോയിന്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ് സംഘടനയിൽ ആരെങ്കിലും ഒക്കെ വേണം. സംഘടനയിൽ ആരെങ്കിലും ഇല്ലെന്നുണ്ടെങ്കിൽ, കാര്യം MV ഗോവിന്ദ് എന്തുകൊണ്ടാണ് മത്സരിക്കാത്ത? MV ഗോവിന്ദിന് മണം കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥാനാർത്ഥി ഇപ്പൊ ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൽ വ്യക്തമാകുന്ന മേഘ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മത്സരിക്കുമ്പോൾ സിറ്റിംഗ് MLA-മാർ കൂടെ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ വേറൊരു ലോജിക് കൂടെ നമുക്ക് ചിന്തിക്കാം. അതായത് അദ്ദേഹം ഈ തോൽവിക്ക് കാരണം താൻ മാത്രമല്ല എന്ന് തോൽവി ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന് പറയാം. കാര്യം പാർട്ടി നിർത്തിയത് സിറ്റിംഗ് MLA-മാരെ തന്നെയായിരുന്നു. ഇവർ മികവുറ്റവരായിരുന്നുവെങ്കിൽ ഇവർ ജയിപ്പിക്കാത്ത എന്തേ എന്ന് ചോദിച്ചുകൂടെ? അങ്ങനെ ഒരു ചോദ്യം കൂടെ ചോദിച്ചുകൂടെ? അദ്ദേഹം ഒരിക്കലും മത്സരിക്കാൻ പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? MLA-മാരായിട്ട് നിന്നവർ തന്നെ നിങ്ങൾ തന്നെ വീണ്ടും മത്സരിക്കുക, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ജയിക്കുക. അദ്ദേഹത്തിന് കുറ്റം പറയാതിരിക്കാനും കൂടിയായിരിക്കും. അപ്പോൾ ഏതായാലും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന BJPയുടെ തന്ത്രത്തിൽ CPM വീണ് കഴിഞ്ഞു. അത് നമ്മളെപ്പോഴും പറയില്ലേ, ഭരണത്തിലില്ല എന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ കുടുംബവും ഈ കേന്ദ്രം അന്വേഷിക്കുന്ന പല കേസുകളിലും അഴിയെണ്ണേണ്ടി വരും. ആ ഒരു പേടി, അധികാരമില്ലെങ്കിൽ ഇവരൊന്നും ഒന്നും അല്ലാന്നൊരു തോന്നല. ഇദ്ദേഹം 3 ടേം സെക്രട്ടറി ആയിരുന്നില്ലേ? ഈ 3 ടേമും സെക്രട്ടറി ആയിരുന്നത് ഈ മുഖ്യമന്ത്രി ആകാനുള്ള ഒരു പാന്താവ് ഒരുക്കാനായിരുന്നു. അതെ, ഇപ്പൊ CPM-ന്റെ പ്രവർത്തകർ, നല്ല അടിയുറച്ച പ്രവർത്തകർ പറയുന്നത്, CPM എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇടതുപക്ഷം ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കാൻ നല്ലൊരു പാർട്ടിയാണ്. തീർച്ചയായിട്ടും എന്ത് ചെയ്താലും പ്രതിപക്ഷത്ത് നന്നായിട്ട് പ്രതിപക്ഷത്ത് ഏറ്റവും പെർഫോം ചെയ്യാൻ കഴിയുന്ന പാർട്ടി CPM മാത്രമേ. CPM ആണ് എന്നാണ് പറയുന്നത്. അത്രയും കഴിയില്ല. അപ്പോഴും പിണറായി വിജയൻ പറയുന്നത് പ്രതിപക്ഷത്തിരിക്കാനാണെങ്കിൽ ഞാനില്ല, മുഖ്യമന്ത്രിയാകാൻ മാത്രമേ ഞാനുള്ളൂ എന്ന് പറയുന്ന ഒരു നിലപാടാണ് അദ്ദേഹം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ പറയുന്ന പോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന് നോക്കണം. അതുപോലെ തന്നെ ഒരു നാണംകെട്ട തോൽവിയാണോ ഉണ്ടാകാൻ പോകുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെല്ലാം കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താൻ പാർട്ടി തയ്യാറാകുന്നില്ല. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ് കോപ്പുകൂട്ടുന്നത് എന്നതുകൂടി നോക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റി സംസാരിക്കാം എന്നുള്ളത്. ഏതായാലും എം സ്വരാജ് എടുക്കുന്ന തീരുമാനം മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്ന് തന്നെ നമുക്ക് കരുതാം. ഇനി മറ്റ് ഫോഴ്സുകൾ ഉണ്ടായി ഇനി അദ്ദേഹം മത്സരിക്കുമോ എന്നുള്ള കാര്യം കണ്ടു തന്നെ. അതെ.